അരുണ് വരുന്നുണ്ട്, നോക്കാം. അനുഗ്രഹിച്ചിരിക്കുന്നു. 2-3 വണ്ടി കൂടി എടുത്തിടല്ലേ, സ്ഥലം വീടിന്റെ മുമ്പിൽ ഫുള്ള് വണ്ടിയാ ഗായ്സ്. മാമന്റെ ഗായ്സ് ആടെ പോർഷ് ഇവിടെ BMW സ്ഥലം What is this? ഇതുണ്ടോ Is this what? ചാറ് അച്ചാറ്. എന്റെ പൊന്നു, പൈസ ഇന്നത്തെ പൈസ കഴിഞ്ഞു. ഞാൻ ഖുദാഫിസ്. കണ്ടോ നയിക്കാൻ പോവും, എനിക്ക് മുട്ടായി കൊണ്ടുവരും, അത് തീരും. ബാ വീഡിയോ എടുക്ക. വീഡിയോ എടുക്ക. ഇവിടെ കുതിരി ഒരു 2 വാക്ക് എന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാം. ഒന്ന് അച്ചാർ പിടി പോനെ, ഒരു ഡാരി മിൽക്ക്, വേറെ എന്തോ ഒരു സാധനം, ഈ ഒരു സാധനം എന്താ പറയാനുള്ളത്? ഡയറി കാല് തട്ടിട്ട് കുത്തിരി കാറ് തട്ടി. കാറ് തട്ടിയൊന്നല്ല, ഒരു ബസ് നിർത്തിട്ടിരുന്ന് ബസ്സിനെ പാസ് ചെയ്തിട്ട് കാറ് വന്ന് ഇതെന്താ ഡയറി മിൽക്ക് സീക്ക് ബബ്ലി ഐഫോൺ പോയാലും ഇവിടെ ആർക്കാ ഫോണില്ലാത്ത? എന്റെ ചേച്ചി മോളെ, ഞാൻ ആ ഫോൺ നന്നാക്കി വാങ്ങാത്തതിന്റെ കാരണം എന്താ അറിയോ? ഈ പണ്ടാരം എനിക്ക് യൂസ് ചെയ്യാൻ അറിയൂല. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? എനിക്ക് വേണ്ടത് അങ്ങനല്ലോ, വാങ്ങി തന്നത് മണിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലത്. അതങ്ങ് പഠിച്ചോളൂ. ഇല്ല, ഒന്നാമത് ചാർജ് നോക്കൂല, പിന്നെ ഒന്നാമത് ബസ്സിലേക്ക് കൊണ്ടുപോയി കാര്യമില്ല. അല്ല സത്യം, ഉദാഹരണം പറഞ്ഞതാ. സഞ്ജുവിന്റെ ഫോണിടെ അങ്ങോട്ട് ചീത്ത പറയരുത് മാമന, വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും. ഇന്ന് ബസ്സിന്ന് ചെറുതായിട്ടൊന്ന് വീണതാ, കണ്ടോ? ഇല്ല, ചെറുങ്ങനെ സ്ക്രീൻഷോട്ട് മാമ മാറ്റി തരും. ചെയ്യണ്ട ഇതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്കിത് പറ്റൂല, ഇങ്ങനത്തെ ഫോണൊന്നും. അങ്ങനെ പൊട്ടൂല, അത്രയും അടിപൊളി. അതല്ല ഇത്, അതുകൊണ്ടല്ല അതല്ല ഇത് വാങ്ങുന്ന നേരം കൊണ്ട് മറ്റേ വാങ്ങിയാ പോരായിരുന്നു സാധാ. നിങ്ങൾ കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാവിലെ തൊട്ടിട്ട് ഇതിന്റെ വയ്യേക്ക് നടന്ന് വാങ്ങിക്കൊണ്ടോന്ന്. അല്ല, വാങ്ങിക്കൊണ്ടോന്നല്ല സംഭവം, ഒക്കെ വാങ്ങിക്കൊണ്ടോന്ന്. ഇത് ബസ്സിലേക്ക് എനിക്ക് ബസ്സിലേക്ക് പറ്റൂ. ഈ കിച്ചൂല്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഓരൊക്കെ ഫോൺ നോക്കൂ. എനിക്ക് തോന്നുന്നു ഇതും കൂടി നോക്കുകയാണെങ്കിൽ ചിലപ്പോ എന്റെ 100ാമത്തെ ഫോണായിരിക്കും. അല്ല സംഭവം ഓക്കെ, സർപ്രൈസ്. എന്താ പറയാ, എനിക്ക് എന്താ ഒന്നും പറയാനില്ല. ഇതിട സിമ്മയുടെ സിമ്മ് നാളെ ഇടണം. അവർക്ക് അത് ഐഫോൺ സെറ്റ് ചെയ്യാൻ പറ്റൂല, പിന്നെ പൊട്ടിച്ചിട്ടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ടാ പൊട്ടിച്ചപ്പം സ്ക്രീൻ ഗാർഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, പൗച്ച് അവിടെ ഇല്ല. ഈ പൗച്ച് അവിടെ ഒരു ഭംഗിയില്ലാത്തതാ ഉള്ളത്. പിന്നെ അഡാപ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ഇതിന്റെ അകത്ത് ഒരു ABCD അറിയില്ല. നിന്റെ ഫോൺ ഉപയോഗിക്കലില്ലേ? യൂട്യൂബ് കാണും. ഇത് 15, ഇത് 16, അത് 17, 16 ഇന്ന് വരെ യൂസ് ചെയ്യാത്ത സാധനം ഇനി അങ്ങോട്ട് യൂസ് ചെയ്യണം. യൂസ് കാലം മാറുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ പിങ്ക് ഇല്ലായിരുന്നോ? അതിന് ഞാൻ യൂസ് ചെയ്തില്ലല്ലോ. ആ കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് വരണം. അല്ലെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവന്റെ കയ്യിൽ ഐഫോൺ വേണമെന്നുള്ളത്. പക്ഷെ കൊറേ കാലമായി ഞാൻ പറയുന്നു. അപ്പൊ ഓനത് ശരിയാവൂല. ഓന് എന്താ വെച്ചാല് ഓന്റെ ആ ആൻഡ്രോയിഡ് മാത്രമേ പറ്റുള്ളൂ. അതാപ്പൊ എന്തായാലും വീഡിയോ എടുത്തല്ലേ. അത് ഗൈസ് എന്താ സംഭവം അറിയോ, നമ്മളെ ഈ ഒരു മോണ ഇനിയിപ്പോ ദേഷ്യം പിടിച്ച് ഇവിടുന്ന് ഞാൻ വലിച്ചെറിഞ്ഞ് ഏറിപ്പോയ 5 ഉറുപ്യ പോട്ടെ 10 ഉറുപ്യ ഞാൻ അതാളെ വെച്ച് ഞാൻ ഐഫോൺ എടുത്ത് ഇത് ഞാൻ അതേമാതിരി ദേഷ്യം പിടിച്ച് വലിച്ചെറിഞ്ഞ് പൊട്ടി മിനിമം എത്ര ഉറുപ്യ വേണ്ടി വരും?
ഒരു 40 റുപ്യ 50 റുപ്യ മാത്രമൊന്നുമില്ല. അല്ല ബാക്കത്തെ ഗ്ലാസ് പൊട്ടൂല. ഇത് പൊട്ടൂല. സഞ്ജു ഇന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ദേഷ്യം പിടിച്ച എന്താണോ എന്റെ കയ്യിലുള്ളത് ഞാൻ നോക്കലില്ല. മറ്റേ എല്ലാവർക്കും മറ്റേ വീഡിയോന്റെ അകത്ത് മറ്റേ ഫോൺ കൊടുക്കുമ്പോഴേക്കും അല്ല ഞാൻ വാവെന്ന് പറയായിരുന്നു. അതേ സ്ഥാനത്ത് മറ്റേ ലോക്കൽ അല്ല ഞാൻ സംഭവം ഞാൻ വാവെന്ന് പറയായിരുന്നു. ഞാനിന്ന് താത്തനോട് ആദ്യമേ പറഞ്ഞേക്ക് ഓര് പറയും ഇതിക്ക് വേണ്ട. ഞാൻ വീഡിയോ എടുത്തപ്പോ പറഞ്ഞു. അല്ല ശരിക്കും പറയാ ഇത് വെറുതെ വാങ്ങിയതാ. കാരണം ഞാൻ ഇങ്ങനത്തെ സാധനം ഞാൻ ഇന്നേരം വരെ യൂസ് ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ട് യൂസ് ചെയ്യണം. ചിലർ വരുമ്പോൾ. പിന്നെ ഒരു കാര്യം, ഇവനാ ചാർജിലിട്ട 4 ദിവസമെങ്കിലും എനിക്ക് ഉപയോഗിക്കാം. ഇവൻ ചാർജിലിട്ട ഞാൻ കുറ്റ്യാടി കോഴിക്കോട് ട്രിപ്പ് പോയി വരുമ്പോഴേക്ക് ചാർജ് തരും. പിന്നെ ഞാനിത് ചാർജ് കുത്തിക്കണം. ഇതിന്റെ ഈ ഒരു മുതല്ല ഞാനിപ്പോ ഇത് നിന്റെ അല്ല ചഞ്ചുവിന്റെ ഈ ഒരു മുതൽ ആൻഡ്രോയിഡ് ഇവനെ ഞാൻ ചാർജിലിട്ട് യൂട്യൂബ് കണ്ട് സിനിമ കണ്ട് ഇനിയിപ്പോ വേണേ 2-3 ഗെയിം കളിച്ച് എന്നാലും ഇവനെ പ്രശ്നം. സിനിമ ഡൗൺലോഡ് ചെയ്ത് ഞാൻ 24 മണിക്കൂറും കാണും, ഗെയിം കളിക്കും. ഐഫോൺ. പക്ഷെ ഇത് എന്തൊക്കെയോ ആക്കണ്ടേ? ഒന്നും ആക്കണ്ട. നാളെ സിം വാങ്ങുക, അത് കൊണ്ടുപോവുക. എന്തോ കാണിക്കുന്നത് അത് അപ്ലൈ സെറ്റ് ചെയ്യുക. അത് സിം വേണം. എന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാന്ന് വേണ്ട. എന്താന്ന് വെച്ചാൽ ഒരേ ഇമെയിൽ ഐ ഡി ആകുമ്പോ കോള് വന്നാൽ അറിയേ. എനിക്ക് വരുന്ന കോള് ഓന് വരുന്ന കോള് അങ്ങോട്ടും ഇങ്ങോട്ടും. അഡാപ്റ്റർ കിട്ടൂലല്ലോ. അഡാപ്റ്റർ ഇവിടെ ഇഷ്ടം പോലല്ലേ. അല്ല അപ്പൊ ഈ ഹെഡ്സെറ്റ് ഉണ്ടാവില്ല. ആടാ ഹെഡ്സെറ്റും പിന്നെ 5 ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് ഹെഡ്സെറ്റും മൈജിയിലെ ഷാജിഖാന്റെ സൈഡ് ഒരു 10 സെന്റ് സ്ഥലവും 69,900. 70,000 രൂപയ്ക്ക് 100 രൂപ കുറവ്. പൈസ വണ്ടിന് അടുപ്പടിക്കാനും ബാക്കി പൈസ. ഇതുവരെ വീഡിയോ എടുത്തതാണ്. ഇനി എനിക്ക് ഫോൺ തന്നെ ഞാൻ തുറന്നു നോക്കട്ടെ. പിന്നെ ഐഫോണിന്റെ ഭാഗത്ത് മറ്റേ ഗാലക്സി കൊടുക്കുന്നതാണോ എനിക്ക്. ഫോൺ അടിപൊളി, നല്ല രസമുണ്ട്. ക്യാമറ സെറ്റ് ചെയ്ത് ആയി വരണോ? ഇങ്ങോട്ട് വെച്ചിട്ടിരിക്കാറിനൂടെ. അതൊക്കെ മുതലാളിനോട് ചോദിക്കണം. ഇഞ്ചെന്നാ മുതലാളിന്റെ 5. അങ്ങനെ അരുണേട്ടന്റെ കയ്യിലും ഐഫോണായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി എന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല. ഐഫോണുള്ള ചിലർക്കുള്ള ഒരു സ്വഭാവമാണ്, ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പം ഇവന്റെ ബസ്സിലുള്ള പലരുടെ കയ്യിലും ഈ പറഞ്ഞ ഐഫോൺ ഉണ്ട്. പലരും ഇങ്ങനെ സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കറിയൂല ഇതിനെ. ഞാൻ എന്റെ ഫോൺ നന്നാക്കി എടുത്താല് ഇനി വേറെ സിം ഇടാല്ലോ, ഞാൻ അതേ കൊണ്ടുവരും. ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടി? അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് 17 Pro എടുക്കാൻ നോക്കി. അപ്പൊ എന്റെ ഇത് അപ്പൊ ഒന്ന് അതുണ്ടല്ലോ, 15 ഇതും ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ നടുക്കിലുള്ള ഓനതാ തോണ്ടി. നമ്മക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ താത്തനോട് പറഞ്ഞിട്ട്, സഞ്ജു മക്കളെ ഫോണിക്ക് തന്നാ മതി, ഇത് ഞാൻ ഇതൊക്കെ ഇപ്പൊ എടുക്കാൻ പറ്റുമല്ലോ. നാളെ തന്നെ മറിച്ചു കൊണ്ടുപോയി വിറ്റാൽ 60,000 കിട്ടും. 10 ഓല് കുറച്ചാലും. ഹാപ്പി ആയോ? പക്ഷെ ഹാപ്പി ആയി. പക്ഷെ എനിക്കിത് അറിഞ്ഞൂടാ സത്യം പറയുന്നത്. ട്യൂഷന് വിടാ, രാവിലെ വൈകുന്നേരം തന്നെ ട്യൂഷന് വിടാ. ശരിയാവും. ബസ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നെ പോലല്ലേ. പഴയ ഫോൺ എന്താക്കിയതെന്നറിയോ? ഇങ്ങോട്ട് ദേഷ്യം പിടിച്ച് പൊട്ടിച്ചാഞ്ഞതാ. എറിയേയില്ല. എന്റെ ഫോൺ എത്ര പ്രാവശ്യം താഴെ വീണ.
മാമനൊരു ക്യാരക്ടർ വെച്ചിട്ടോ. ഞാൻ എന്റെ ദേഷ്യം പിടിച്ച എന്റെ വണ്ടി എന്തോ കളിച്ചിട്ട് എന്റെ വണ്ടി ദേഷ്യം പിടിച്ചിട്ട് വണ്ടീനെ അടിച്ചവനെ. ദേഷ്യം പിടിച്ചാലേ ആ മാമന് ഐഫോണൊന്നുമില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് നടന്ന ഞാൻ ദേഷ്യമോട് പറഞ്ഞില്ലേ. പക്ഷെ ആ ഒരു 5 മിനിറ്റ് അല്ല ഒരു 10 മിനിറ്റ് അതേ ഉള്ളൂ എന്റെ ദേഷ്യവും. ഞാൻ ഒക്കെ പോട്ടെ, ഫോൺ എങ്ങനെയുണ്ട്? ഫോൺ രസം അടിപൊളി, നല്ല എന്താ പറയാ, യൂസ് ഫിനിഷിംഗ് ഉള്ള മാതിരി. നല്ല ഇത്. ഓ അലൂമിനിയം ഓ അതേമാതിരി തന്നെ അത്. ആ സെയിം തന്നെയാണ്. പക്ഷെ അതിന് 3 കാണണം, ഈ 2 കാണുള്ളൂ. അതിന്റെ അനിയനത് അത് 17 അല്ലേ? അത് 17 Pro ആ, ഇത് 16 ഒരു 2 എണ്ണം എന്തായാലും ഉണ്ടല്ലോ, അപ്പൊ 4 എണ്ണായി. 17 എടുത്താ പോലെ 17 ഇല്ലാന്ന് തോന്നാടാ. 15 16 ഉള്ളൂ. ഇതിന് എന്തിനാ ഈല് വെച്ച് അടിക്കുന്ന? ഇതിന് നിന്റെ സ്വന്തം അടച്ചോ, കണ്ടോ ചോദിച്ചെടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടോ? ആ പിന്നെ ആ ഈ മുണ്ടാട് പോ. പെട്ടി ഇത് എന്തൊക്കെയാ? ഇതെന്തിനാ? ചാർജ് ഇവിടെണ്ടല്ലേ? ചെയ്യണ്ടേ? ഇവിടെണ്ടല്ലേ? അതിന് തല്ല ഇവിടെ ഇതിന് ഇവിടെ ഉള്ളതിന് തല്ലാണ്. ഇവിടെല്ലേ? ഞാൻ ഇതിന്റെ കൂട്ടി കുത്താനാ? അഡാപ്റ്റർ ഇവിടെ ഉണ്ട്. എടാ ഇവിടെ 2 എണ്ണം ഉണ്ട് അഡാപ്റ്റർ. രണ്ടാമത്തെ കേബിൾ ഉണ്ടല്ലേ? ഞങ്ങൾ എല്ലാരും ഒന്നിലാ കുത്തല്. ഇത് തന്നെ വേണോ ഈ കുത്താൻ? ഐഫോണിന്റെ ഒറിജിനൽ ചാർജർ തന്നെ വേണം. മറ്റേ കുത്ത. പക്ഷെ അഡാപ്റ്റർ ഒറിജിനൽ ആട്ടോ എനിക്ക് എന്റെ കയ്യിലുള്ള 2 എണ്ണം. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ദേ അരുണേട്ടനും ഐഫോണായി. താങ്ക്സ് പറയടോ. താങ്ക്സ്. താങ്ക്സ്. അടിക്കുമ്പോ ഒക്കെ വെട്ടിച്ചേരാ. ഒക്കെ പഠിപ്പിച്ചത് 2 ദിവസത്തെ ഓന്റെ ക്ലാസ്. ഒരു ദിവസം 1000 രൂപ, 2 ദിവസത്തേക്ക് 2000. സൗണ്ട് ഒക്കെ മാറ്റണം. ഒക്കെ റെഡി ആയി. ഒക്കെ ഓൾറെഡി ആക്കി തരും. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഐഫോൺ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നാളെ ഇതിനകത്ത് ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്ത് വരയ്ക്കും. പക്ഷെ എന്റെ അയക്കൂലാന്നേ ഉള്ളൂ. എല്ലാരും ഫോട്ടോ പിറ്റേന്നേക്ക് യുവർ സ്റ്റോറേജ് ഈസ് ഫുൾ. സ്റ്റോറേജ് ഉണ്ടാവില്ല. സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ കൊണ്ടുവന്നെടുക്കും പോലെ ഉണ്ടാവും. ഈ 2-3 സിനിമ 5-6 പിന്നെ ഷോർട്ട് ഫിലിം അതൊക്കെ ഒഴിവാക്കിക്കാള്. അന്നപ്പോ എല്ലാരോടും ബൈ ദ ബൈ. ഒരു താങ്ക്സ് പറയണോ? അടുത്ത മോൻ 10ാം ക്ലാസ് കഴിയുമ്പോ ആ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് മോനെ ഞാൻ കെട്ടിക്കാൻ പോവുക. 18 Pro Max. സിനിക്കാക്കന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയില്ല. ആദ്യം ഓന് കിട്ടട്ടെ ട്ടോ. സിനിക്കാക്ക വാങ്ങട്ടെ എന്നിട്ടിങ്ങി. അപ്പൊ പിന്നെ എല്ലാരോടും ടാറ്റ ബൈ.